ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ വേറൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. സോ നമ്മളിപ്പോൾ എവിടെയാണുള്ളത്? മുംബൈ ഇന്റർനാഷണൽ എയർപോർട്ട്. കമ്പനിയിൽ കണ്ടതുപോലെ നമ്മൾ കാശ്മീർ പോകാനുള്ള ഒരു ജേണിയിലാണ്. അപ്പോൾ നമ്മൾ കാലിക്കട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്തത്. കണക്റ്റിംഗ് ഫ്ലൈറ്റ് ആണ്, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ബോംബെയിലുള്ളത്. സോ ഇവിടെ നിന്നൊരു 2:45 നമുക്ക് ശ്രീനഗറിൽ ഫ്ലൈറ്റ് ഉണ്ട്. സോ നമ്മൾ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നാണ് ജേർണി സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ 10 മണിക്കായിരുന്നു അവിടെ നിന്ന് ഫ്ലൈറ്റ്. 12 മണിയായപ്പോൾ നമ്മൾ ബോംബെയിലെത്തി. 2 hours അവിടെ ലേ ഓവർ. പിന്നെ നമ്മൾ 3 മണിയായപ്പോൾ ശ്രീനഗറിലേക്ക് പോകാനുള്ള ഫ്ലൈറ്റ് കയറിയിരിക്കുകയാണ്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളൊരു 5:30 ആയപ്പോൾ ശ്രീനഗറിൽ ലാൻഡ് ചെയ്തു. ഒടുക്കാത്ത തണുപ്പാണ്, എന്നാലും ജാക്കറ്റ് ഇടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടുന്ന് സിം എടുത്തു. കാരണം ഇവിടെ ഒന്നെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് പോസ്റ്റ് പെയ്ഡ് സിം എടുത്തിട്ട് വരണം, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് സിം എടുക്കണം. അല്ലാണ്ട് നമ്മുടെ സിം ഇവിടെ വർക്ക് ആവില്ല ഡ്യൂ ടു സെക്യൂരിറ്റി കൺസേൺസ്. നമ്മളിപ്പോൾ പ്രീപെയ്ഡ് ടാക്സി കൗണ്ടറിലോട്ട് പോവാണ്. നമ്മൾ ഓൾറെഡി ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോവാൻ നോക്കാം. ഓക്കെ, അപ്പോൾ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പ്രീപെയ്ഡ് ടാക്സി വെച്ച് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോവാണ്. ഒരു 13 കിലോമീറ്റർ ഉള്ളൂ. പക്ഷേ നമ്മുടെ കയ്യിൽ നിന്ന് എത്ര പോയെന്ന് ചോദിച്ചാൽ 1210. ഞങ്ങൾക്ക് വലിയ അതിശയൊന്നും തോന്നിയില്ല, കാര്യം ഏറെക്കുറെ എക്സ്പെക്റ്റഡ് ആയിരുന്നു ഇവിടെ ഇങ്ങനെയാണ്. ഇതാണ് നമ്മുടെ റൂം. ഓരോ റൂമിനും പേരുണ്ട്. ഹർമുക്കിലാണ് നമ്മൾ. ദി സൺസെറ്റ് കോലാഹേ തജിവാസ് ടാറ്റ കുട്ടി ഹോട്ടലിൽ വന്നു. ഇതാണ് നമ്മുടെ റൂം. ആക്ച്വലി പുതിയ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ഹോട്ട് വാട്ടർ ഉണ്ട്. ബാത്റൂമും കൊള്ളാൻ, കുഴപ്പമൊന്നുമില്ല. നമ്മള് ഒരു വാക്കിന് ഇറങ്ങിയതാണ്, എന്നിട്ടൊരു കടയിൽ കഴിക്കാൻ കയറി. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്തേ ഉള്ളതുകൊണ്ട് നമുക്ക് ഡ്രസ്സ്, തെർമൽസും ജാക്കറ്റും കാര്യങ്ങളൊന്നും ഇട്ടില്ല. പക്ഷെ -2 ആണ് ഇപ്പോൾ ഇവിടെ. നല്ല സുഖമുണ്ട്. എനിക്ക് വലിയ കുഴപ്പമില്ല. കയ്യിൽ ഗ്ലൗവ് ഞാൻ വാങ്ങിച്ചിട്ടില്ല. ഫുഡ് വന്നു. പോവാ. ഇനി റൊട്ടിയിലെ ചൂടിനെ കൊണ്ട് കൈ വെക്കണം. ആലു ഗോബി റൊട്ടിയും കുറച്ച് സവാളയും. നല്ല ഹോട്ട് ചപ്പാത്തിയും അല്ല റൊട്ടിയും ആലു ഗോപിയും കയറ്റുന്ന കിരൺ സൗസുന്ദരൻ. സോ അപ്പോൾ നമ്മൾ കഴിച്ചിട്ട് റൂമിലേക്ക് തിരിച്ചു വന്നു. നല്ല തണുപ്പുണ്ട്. സോ ഇവിടുത്തെ ബെഡിൽ ഹോട്ടാക്കി വെക്കാനുള്ള ഹീറ്ററുണ്ട്. അപ്പം ആൾ വന്ന് ഇത് ഓണാക്കി ഇട്ടിട്ട് പോയി. സോ നമ്മൾ ഇപ്പോൾ ഹൈയിലാണ് ഇട്ടേക്കുന്നത്. ഹൈയിലിട്ടിട്ട് ബെഡ് ചൂടാകുമ്പം ഒരു പാഡ് പോലെ വെച്ചിട്ടുണ്ട്, കണ്ടോ. ഒരുപാട് ചൂടാകുമ്പം നമുക്കിത് മീഡിയം ആക്കാം. വെള്ളം വെച്ചിട്ട് കയറി കിടക്കാൻ പാടില്ല, കറണ്ട് അടിക്കും. അതാണ് കറണ്ട് സീൻ. തണുപ്പ് കുറച്ച് കൂടുതൽ തന്നെയാണ്. നാളെ മുതൽ നമ്മൾ ചെറിയ ഡ്രസ്സൊക്കെ ഇട്ട് ഇറങ്ങത്തുള്ളൂ. ഇന്ന് പാടം പിടിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ്, ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കാം. ലെറ്റ്സ് സീ യു ടുമോറോ മോർണിംഗ്. ഗുഡ് നൈറ്റ്.
അടുത്ത ദിവസം രാവിലെ 7 മണിയായപ്പോൾ തന്നെ നമ്മൾ റെഡി ആയിട്ട് ഇറങ്ങി. നമ്മൾ നിൽക്കുന്ന സ്റ്റേ ദാൽ ലേക്കിൻ്റെ ബാക്ക് സൈഡിനെ ഫേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റുന്നത് ലേക്ക് തന്നെയാണ്. സോ എന്തിനാ ഇത്ര നേരത്തെ ഇറങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത് ഗുൽമർഗിലേക്കാണ്. സോ ഗുൽമർഗിൽ ടാക്സിയിൽ പോവുകയാണെങ്കിൽ ടു ആൻഡ് ഫ്രോ 5000 രൂപയൊക്കെയാണ് ചാർജ് ചെയ്യുന്നത്. അതുകൊണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ നമ്മൾ ഷെയറിംഗ് ക്യാബ് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. പക്ഷെ അത് എവിടെ നിന്ന് കിട്ടണമെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇറങ്ങിയത്. -2 ഡിഗ്രി സെൽഷ്യസോ കണ്ടാണ് ഇപ്പോൾ അവിടുത്തെ ടെമ്പറേച്ചർ. ഈ നേരത്ത് അവിടെ വേറെ ഒരൊറ്റ മനുഷ്യരില്ല, ഞങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങളവിടെ തേരാപ്പാര അലഞ്ഞു നിൽക്കാൻ നേരത്ത് ഒരു ഓട്ടോ ചേട്ടൻ വന്നു. എങ്ങോട്ടാണ് പോകേണ്ടത്, ലോക്കൽ ക്യാബാണെന്ന് കണ്ടപ്പോൾ അദ്ദേഹം ലോക്കൽ ക്യാബ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഞങ്ങളെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞു. പെർ ഹെഡ് 100 രൂപയാണ് ചാർജ് ചെയ്തത്. ഓൾസോ അദ്ദേഹം നമ്മുടെ കൈ വാം ചെയ്യാനായിട്ട് കാശ്മീരി കാങ്കടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം നമുക്ക് തന്നു. അപ്പോൾ കനലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ കൈ വെച്ചിട്ട് നമുക്ക് കുറച്ച് ചൂടൊക്കെ കിട്ടും. ഇതെന്തൊട്ടാ കാശ്മീരി കാങ്കടി. ഓട്ടോറിക്ഷയിൽ കയറിയതാ ചേട്ടൻ തീ കായാൻ വേണ്ടിയിട്ട് കൈ ചൂടാക്കാൻ വേണ്ടിയിട്ടൊരു സാധനം തന്നു. നമ്മളിവിടെ നിൽക്കുന്ന സ്ഥലം കണ്ടാ അറിയാം, ഫുൾ ആർമി റോമിങ് ഏരിയ ആണ്. അവര് തോക്കൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. പിന്നെ ഇതാണ് വണ്ടി. നമ്മൾ രണ്ടുപേരും മാത്രമേ വന്നിട്ടുള്ളൂ. ഇനി ആൾക്കാരായാലേ അവർ ക്യാബ് എടുക്കുള്ളൂ. സോ നമ്മളിപ്പോൾ തെങ്പോര എന്ന സ്ഥലത്ത് നിന്ന് ക്യാബ് കയറിയൊക്കെയാണ്. തന്മർഗ് വരെ പോകാൻ 100 രൂപയുള്ളൂ ആൾക്ക്. സോ ഇവിടെ നമ്മൾ എങ്ങോട്ട് തിരിഞ്ഞാലും CRPF അല്ലെങ്കിൽ മിലിറ്ററി ഉണ്ടാവും. വേൾഡിലെ തന്നെ ഏറ്റവും മിലിറ്ററൈസ്ഡ് ആയിട്ടുള്ള സോണിൽ ഒന്നാണ് കാശ്മീർ. സോ നമ്മൾ ഗുൽമർഗ് എത്തി. ഇവിടെയൊക്കെ ആക്ച്വലി വളരെ മഞ്ഞ് മൂടി കിടക്കേണ്ട ഒരു സ്ഥലമായിരുന്നു. ഇപ്പോഴത്തെ ഡ്രൈ സ്പെല്ല് കാരണം ഇവിടെ മഞ്ഞില്ല ആക്ച്വലി. സെൽഫി പോയിന്റ്. നമ്മൾ ക്യാബ് ഇറങ്ങുന്നിടത്ത് നിന്ന് ഗണ്ടോല റൈഡ് വരെ വരാൻ ഇച്ചിരി ദൂരമുണ്ട്. എന്നാലും നമുക്ക് നടക്കാവുന്ന ദൂരം തന്നെ ഉള്ളൂ. പക്ഷേ നമ്മുടെ പിറകെ ഗൈഡുമാർ വരും, അതുവരെ കൊണ്ടാക്കാനായിട്ട് 2000 രൂപ തന്നാൽ മതി അവിടം വരെ എത്തിക്കാന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നമുക്ക് നടക്കാവുന്നേ ഉള്ളൂ. ബട്ട് വെരി വെരി ഹെവി മഞ്ഞ് മൂടിക്കിടക്കുന്ന ടൈം ആണെങ്കിൽ എന്താ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. സോ നമ്മളിപ്പോൾ ഫേസ് 1 കയറുകയാണ്. അതിനുള്ള ക്യൂവിൽ നിൽക്കുകയാണ്. നമ്മൾ ടിക്കറ്റ് കാണിച്ചു. സോ ഫേസ് 1 വരെ ഒരാൾക്ക് 810 നമ്മൾ ആദ്യം ഫേസ് 1 എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ ഫേസ് 2 പോവുകയാണ്. മേ ബി അവിടെയാണ് കുറച്ചുകൂടി മഞ്ഞുള്ളതും. പിന്നെ അവിടെ ചിലപ്പം ക്ലൈമറ്റ് മാറിക്കഴിഞ്ഞാൽ അടച്ചിടും, പിന്നെ കാശ് വേസ്റ്റ് ആവും. സോ നമ്മൾ ആ ഫേസ് 2 പോവുകയാണ്. ആൾക്കാർ നടന്നു പോകുന്നുണ്ട്. അവിടെ 2-3 ആൾക്കാർ മഞ്ഞുമല കീഴടക്കാൻ, കാശ്മീരിലെ മഞ്ഞുമല കീഴടക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ ഫേസ് 2 എത്തി. മുകളിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകാമെന്ന് നമ്മുടെ ഗൈഡുമാർ പറയും. വെറും 1500 രൂപ കൊടുത്താൽ മതി എന്നൊക്കെ പറയും. പക്ഷെ നമ്മളതെടുത്തില്ല. നമ്മൾ കുറച്ച് റിസ്ക് എടുത്ത് തന്നെ തനിയെ നടന്ന് കയറുകയാണ് ചെയ്തത്.
അങ്ങനെ നമ്മൾ കുറേ സമയം ഗുൽമർഗിൽ എൻജോയ് ചെയ്തതിന് ശേഷം പോയതുപോലെ തന്നെ അവിടെ നിന്നും ലോക്കൽ ഷെയർ ക്യാബ് പിടിച്ച് തൻമർഗിൽ എത്തിയിരിക്കുകയാണ്. തൻമർഗിലെ മാർക്കറ്റ് പ്ലേസ് ആണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇനി തെങ്പോരയിലേക്കുള്ള ക്യാബ് കിട്ടും. അപ്പോൾ നമ്മൾ ഗുൽമർഗിൽ നിന്ന് എഴഞ്ഞ് നിരങ്ങിയൊക്കെ ഇറങ്ങി. അപ്പോൾ കുറച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ അതിനുള്ളൊരു ടൈമിലല്ലായിരുന്നു, അതിനുള്ളൊരു അവസ്ഥയിലല്ലായിരുന്നു കാലും കഴിയപ്പോൾ. സോ ഇപ്പൊ നമ്മള് താൻമർഗിലാണ്. അവിടെ നിന്ന് തിരിച്ച് ശ്രീനഗർ പോകാനായിട്ട് അടുത്ത ലോക്കൽ ക്യാബിൽ കയറിയിരിക്കുകയാണ്. സോ അത്രേ ഉള്ളൂ, ഇന്ന് തളർന്നു. ഇതുപോലത്തെ വണ്ടി നീ ഓടിച്ചിട്ടുണ്ടോടാ? പറയടാ, താടിക്കാരൻ നിന്നോടാ ചോദിച്ചത്. ഹലോ, അപ്പോൾ ഇന്ന് നമ്മുടെ 3rd ഡേ ആണ്. സോ ഇന്നത്തെ നമ്മുടെ പ്ലാൻ ലോക്കൽ സൈറ്റ് സീയിങ് ആണ്, ശ്രീനഗറിലുള്ള ടൂറിസ്റ്റ് പ്ലേസൊക്കെ ഒന്ന് കാണാനായിട്ട്. സോ ഫസ്റ്റ് നമ്മൾ ദാൽ ലേക്ക് ഗേറ്റ് നമ്പർ 1 പോകുന്നു. നടന്നു പോകാനാണ്, 1 കിലോമീറ്ററേ ഉള്ളൂ നമ്മുടെ സ്റ്റേയിൽ അവിടെ നിന്ന്. സോ നടന്നു പോകാനാണ് പ്ലാൻ. സോ ഇതാണ് ജുവൽ ഓഫ് ശ്രീനഗർ അല്ലെങ്കിൽ ക്രൗൺ ഓഫ് കാശ്മീർ എന്നറിയപ്പെടുന്ന നമ്മുടെ ദാൽ ലേക്ക്. ആക്ച്വലി ഇത് വളരെ വലുതാണ്, 7 കിലോമീറ്ററോളം നീളമുണ്ട്. ഗേറ്റ് 1 വരെ നടക്കാൻ പോയാൽ ഞങ്ങൾ ഗേറ്റ് 16 വരെ നടന്നു. സോ ഷിക്കാര റൈഡ് ചെയ്യാനായിട്ട് നമ്മളെ ഗൈഡുമാർ പിറകെ വരും. 100, 200, 300, 500 ഒക്കെ ഞങ്ങൾ റേറ്റ് പലരുടെയും നിന്നും പല ഡിഫറെൻറ്റ് റേറ്റുകൾ കേട്ടു. പക്ഷെ ഞങ്ങൾക്ക് എന്തോ മൂഡിലായിരുന്നു, 2 പേർക്കും ഷിക്കാര റൈഡ് ചെയ്യാൻ തോന്നില്ല. ഞങ്ങൾക്ക് കൂടുതലും ഇത് കണ്ട് ആ ഫുട്പാത്തിൽ കൂടി അങ്ങനെ നടക്കാനായിരുന്നു ഞങ്ങൾക്ക് കൂടുതലും താല്പര്യം. സോ ഞങ്ങൾ ചെയ്തില്ല. ഈ കാണുന്നത് ഹൗസ് ബോട്ടുകളാണ്, ദാൽ ലേക്ക് തന്നെയുള്ള ഹൗസ് ബോട്ടുകളും. കൂടുതലും ടൂറിസ്റ്റുകൾ ഈ 1 നൈറ്റ് ഈ ഹൗസ് ബോട്ടിലൊക്കെ സ്റ്റേ ചെയ്യാറുണ്ട്. ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്, അതുകൊണ്ട് തന്നെ അവിടുത്തെ CRPF ഓഫീസിൻ്റെ ഫ്രണ്ടിലായിട്ട് ഓഫീസേഴ്സ് അവിടെ ചെറിയൊരു സെലിബ്രേഷനൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതുവഴി പാസ് ചെയ്ത ഞങ്ങൾക്കും കിട്ടി 2 പെട്ടി സ്വീറ്റ്സ്. സോ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് നമ്മൾ ഓട്ടോക്കാരോട് ചോദിച്ചപ്പം പോയി വരാൻ തന്നെ അവർ 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു 3-4 സ്ഥലം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകാൻ 500 രൂപ ചിലവാക്കി നമുക്ക് നഷ്ടമാണെന്ന് തോന്നി. അതുകൊണ്ട് തന്നെ നമ്മൾ നെറ്റിൽ സെർച്ച് ചെയ്ത് റെഡി ആൻഡ് ഗോ എന്ന് പറയുന്ന ഒരു ബൈക്ക് റെൻ്റൽ സർവീസിനെ വിളിച്ചു. അവർ ബൈക്ക് നമുക്കിവിടെ നമ്മൾ നിൽക്കുന്നിടത്ത് കൊണ്ടു തന്നു. പെർ ഡേ റെൻറ്റ് 700 രൂപയായിരുന്നു. ദാൽ ലേക്കിൻ്റെ സൈഡിൽ നിന്ന് ഞങ്ങൾ ആദ്യം പോയത് ശ്രീ ശങ്കരാചാര്യ ടെമ്പിളിലേക്കാണ്. ദാൽ ലേക്കിൻ്റെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. ഇത് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഒരു കുന്നിൻ്റെ മണ്ടയിലായിട്ടാണ്. വളരെ പഴക്കം ചേർന്ന 9th സെഞ്ച്വറി AD കൊണ്ടോ നിർമ്മിച്ച ഒരു അമ്പലമാണിത്. പിന്നെ നമ്മൾ എവിടെ കയറുമ്പോഴും നല്ല സെക്യൂരിറ്റി ചെക്ക് ഉണ്ടായിരുന്നു. ബാഗും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്ത് നമ്മളെയും ചെക്ക് ചെയ്തിട്ടേ എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും കയറ്റിയിട്ടുള്ളൂ കേട്ടോ. അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ സ്റ്റെപ്പ് മൊത്തം കയറിയത്. നമ്മുടെ ഒന്നാമത് തണുപ്പും കൂടി ആയപ്പോൾ ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു. കിരൺ കൂളായിട്ട് കയറി പോകുന്നുണ്ടായിരുന്നു. സോ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. ഇപ്പോൾ
അങ്ങനെ പല സ്ഥലത്തുള്ള മുഗൾ ഗാർഡൻസ് കാണാമെന്ന് വിചാരിച്ചു. ഗാർഡൻസ് കാണാനുള്ള ഒരു കറക്റ്റ് ടൈം വിൻ്റർ അല്ല. വിൻ്റർ ആകുമ്പോഴത്തേക്കും എല്ലാം പൊഴിഞ്ഞു പോയി പൂക്കളൊന്നും ഉണ്ടാവില്ല. ബട്ട് വിൻ്ററിൻ്റെതായ ഒരു ബ്യൂട്ടി ഉണ്ടാവും. എനിവേ എല്ലാ ഗാർഡൻസിലും ടിക്കറ്റ് ചാർജ് സെയിം ആണ്, 24 രൂപ. സെൽഫോൺ ക്യാമറ ഈസ് നോട്ട് അലോ. പരീമഹലിലെത്തിയപ്പോൾ ഞാനും ഈ കാശ്മീരി ട്രഡീഷണൽ ഡ്രസ്സ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, ബട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അവർ ഫോട്ടോയ്ക്ക് 200 രൂപയാണ് ചാർജ് ചെയ്തത്. എനിവേ നമ്മുടെ കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട പോസിലൊക്കെ ഇഷ്ടംപോലെ നമുക്ക് എടുക്കാൻ പറ്റും. അയ്യോ, അടുത്ത് നമ്മൾ വന്നത് ഡച്ചിക്കാം നാഷണൽ പാർക്കിലാണ്. ഇവിടെ 1-2 വൈൽഡ് അനിമൽസേ ഉള്ളൂ ഇപ്പോൾ. കാരണം ഇവിടെ റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്ന അനിമൽസ് മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. തിരിച്ചു വരുന്ന വഴി ഞങ്ങൾ ഷാലിമാർ ഗാർഡനിൽ കയറി. ഏകദേശം എല്ലാ മുഗൾ ഗാർഡൻസും ഒരുപോലെ തന്നെയാണ് ഇരിക്കുന്നത്. ബട്ട് ഷാലിമാർ ഗാർഡനും നിഷാൻ ഗാർഡനും വളരെ വലുതായിരുന്നു. പിന്നെ സീസൺ അല്ലാത്തത് കൊണ്ട് നമുക്ക് പൂക്കളൊന്നും കാണാൻ സാധിക്കില്ല, പച്ചപ്പ് കുറച്ച് കുറവായിരിക്കും. ബട്ട് വിൻ്ററിൻ്റെതായ ഒരു ബ്യൂട്ടി അപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കറക്കം ഏകദേശം കഴിഞ്ഞു. നഗർ ഫുള്ളൊന്ന് ചുറ്റിക്കറങ്ങി. ഇനി നമ്മൾ ഇന്നത്തെ ഫാസ്റ്റിംഗ് മുടക്കാനായിട്ട് വന്നേക്കുക. ഇന്ന് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ ഇവിടെ എന്തോ വിശപ്പില്ല, ഒട്ടും വിശപ്പിക്കുന്നില്ല. അപ്പം ഇന്ന് ഞങ്ങളുടെ ആദ്യത്തെ ഫുഡ് ഇപ്പോൾ കഴിക്കാൻ പോവാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കാശ്മീരി മസാല ദോശ. പുലാവും കുഴപ്പമില്ല. നമ്മുടെ നെക്സ്റ്റ് മാഗി വന്നു. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു കോഫി വാങ്ങിച്ചു. ചോദിക്കാൻ തന്നെ ബിസ്ക്കറ്റ് സ്പെഷ്യലാണെന്ന് പറഞ്ഞ് തന്നു. ഇവിടെ ഉള്ള ഓട്ടോറിക്ഷയാണ്, 2 പേർക്ക് ഇരിക്കാൻ പറ്റുള്ളൂ ബാക്കിൽ.
അപ്പോൾ നമ്മൾ ഇന്നത്തെ കറക്കം കഴിഞ്ഞ് റൂമിലെത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടും ഇന്ന് ആ റെന്റൽ ബൈക്ക് എടുത്ത് കുറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി, അത് ലാഭമായി അല്ലേ? അപ്പോൾ എന്താ പറയാ, 800 രൂപയ്ക്ക് ട്രാവൽ എക്സ്പെൻസ് അത്ര വന്നു. അതെ, ഒരു സ്ഥലത്ത് പോകാൻ തന്നെ ഓട്ടോക്കാർ നമ്മളോട് 500 ചോദിച്ചത്. അതിൻ്റെ നമ്മൾ 7 സ്ഥലം പോയി 800 രൂപയ്ക്ക്. ഓക്കെ, ഇനി നാളെ എന്താ പ്ലാൻ എന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല. ആലോചിച്ചിട്ട് നാളെ കഴിക്കാം. ഹലോ ഗായ്സ്, ഡേ 3ലേക്ക് സ്വാഗതം. ഞങ്ങളുടെ അറ്റയർ കണ്ടാലേ അറിയാം, ഇന്ന് തണുപ്പ് വളരെ കൂടുതലാണ്, തീരെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ വെച്ചത്. സോ നമ്മുടെ ഇന്നത്തെ പ്ലാൻ സോൺമർഗിലേക്ക് പോകാനാണ്. അതിനായിട്ട് ബൈക്ക് റെന്റലിന് വന്നതാണ്. ഇന്നലെ നമ്മളെടുത്ത അതേ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമ്മൾ ഇന്നും എടുക്കുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങി, പക്ഷെ ഇവിടെ ഭയങ്കര തണുപ്പാണ്, കൈ മരവിച്ച് പോയി. അങ്ങനെ നമ്മൾ സോൺമർഗിലെത്തി. നമ്മൾ എൻ്റർ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ പോണി റൈഡേ പറ്റത്തുള്ളൂ എന്നൊക്കെ ഗൈഡന്മാർ പറയും. ബട്ട് അല്ല, നമ്മൾ വണ്ടി തന്നെയാണ് മുന്നോട്ടും പോയത്, പോണി റൈഡൊന്നും എടുത്തില്ല. എന്താ പറയതിന്, കണ്ണ് ഫ്രഷ് സ്നോ. അയ്യോ, എന്താ വിഷമം? എന്താ ഞാൻ പറയാം ഗൈസ്, എന്നെ തിരിഞ്ഞു നോക്കാണ്ട് നടന്നു പോയിട്ട് ഞാൻ നല്ല ഇടിയിട്ട് വീണു. കൈ ഷോൾഡർ ഡിസ്ലൊക്കേറ്റ് ആവാത്തത് കിരണിന്റെ ഭാഗ്യം. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ.
പോകാൻ സമയമായി. എത്ര കണ്ടിട്ടും ഈ വ്യൂ മതിയാവുന്നില്ല. അങ്ങനെ നമ്മൾ സോൻമർഗിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒരു ഗ്രൗണ്ടിൽ കുറച്ച് ആൾക്കാർ ഇന്ന് ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അവിടെ തന്നെ വണ്ടി നിർത്തി കുറേ നേരം അവരെ വായി നോക്കി വെള്ളം ഇറക്കി നിൽക്കുമായിരുന്നു നമ്മുടെ കിരൺ സേട്ടൻ. എന്നാൽ പിന്നെ 2 ബോൾ എറിഞ്ഞിട്ട് വന്നാൽ മതി എന്നായി കിരൺ. അങ്ങനെ അവരോട് ചോദിച്ച് 2 ബോളൊക്കെ എറിഞ്ഞ് അവരോട് സംസാരിച്ച് കുശലാന്വേഷണമൊക്കെ കഴിഞ്ഞ് പതിയെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു വന്നു. സോ നമ്മൾ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. സോ അതാണ് നമ്മൾ നിന്ന പ്രോപ്പർട്ടി. പുതിയ ബിൽഡിംഗ് ആയിരുന്നു, തുറന്നിട്ട് 2-3 ആഴ്ചയായിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ എയർപോർട്ടിലേക്ക് തിരിക്കുകയാണ്. എയർപോർട്ട് ഏകദേശം നമ്മുടെ സ്റ്റേ നിന്നിടത്ത് നിന്ന് ഒരു 12-13 കിലോമീറ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് സമയം അധികം ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് ശ്രീനഗറിലെ ഈ തെരുവ് വീതികളിൽ കൂടി കുറച്ച് നടക്കാൻ അങ്ങ് തീരുമാനിച്ചു. അപ്പോൾ ഞങ്ങൾ കാഴ്ചകളും കണ്ട് മാപ്പ് പറയുന്ന എല്ലാ ഇടവഴി കൂടി കയറി ഞങ്ങൾ കുറേ നടന്നു. ആക്ച്വലി ശ്രീനഗർ എയർപോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം നേരത്തെ ചെല്ലുന്നതായിരിക്കും നല്ലത്. കാരണം എയർപോർട്ടിനകത്തുള്ള സെക്യൂരിറ്റി ചെക്ക് കൂടാതെ നമ്മൾ കയറുന്നതിന് മുന്നേയും ബാഗേജും നമ്മളെ ഒന്നുകൂടി ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കൺസിഡർ ചെയ്ത് കുറച്ച് സമയം നേരത്തെ ഇറങ്ങുന്നത് നല്ലതായിരിക്കും. ഒരു 4-5 കിലോമീറ്റർ ഞങ്ങൾ നടന്നു കാണും. പക്ഷെ ഞങ്ങൾക്ക് വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. സ്ട്രീറ്റിൽ കൂടിയും പുതിയ സ്ഥലത്തൂടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് കണ്ടൊക്കെ നടക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ എനർജിയാണ് തോന്നിയത്. പക്ഷെ സമയമായി വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ലോക്കൽ ക്യാബ് വിളിച്ച് 50 രൂപയ്ക്ക് എയർപോർട്ടിലെത്തി. എനിവേ നമ്മൾ തിരിച്ചു പോകുന്നതും കണക്റ്റിംഗ് ഫ്ലൈറ്റാണ്. നമ്മൾ ഡൽഹി പോയിട്ടാണ് അടുത്ത കാലിക്കട്ട് പോകുന്നത്. ഇപ്പോൾ ഉള്ളത് ഡൽഹി എയർപോർട്ടിലാണ്, ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ. നമ്മുടെ വ്ളോഗ് കഴിഞ്ഞു, കാശ്മീർ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. തിരിച്ചു പോകണം. നാളെ മുതൽ ജോലിക്ക് പോകണം എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.